നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഐറ്റമാണ് നമ്മൾ പിക്കർ സ്റ്റിക്ക് എന്ന് പറയുന്ന ഐറ്റം. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്കിതിൻ്റെ ടെക്നിക്കൽ സൈഡ് നോക്കാം. ടെക്നിക്കൽ സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വായ്ഭാഗം അടഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തറയിൽ കിടക്കുന്ന ഈ ഒരു സാധനങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് പിക്ക് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്കിപ്പോൾ കാണാം, ഇങ്ങനെ പല സാധനങ്ങളും നമുക്ക് കുനിയാതെ തന്നെ ഇത് പിക്ക് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ കുറച്ച് വെയിറ്റ് കൂടിയ സാധനങ്ങളൊക്കെ നമുക്ക് പിക്ക് ചെയ്യാൻ അത്രയും ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഈ വെയിറ്റ് കുറഞ്ഞ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ബോട്ടിലൊക്കെ വളരെ ഈസിയായിട്ട് നമുക്ക് പിക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. റൂമൊക്കെ വൃത്തിയായിക്കൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഇത് വളരെയധികം ഉപയോഗപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങൾക്കിത് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ല. ഈ ഒരു നടുക്ക് കാണുന്ന ഭാഗത്ത് നമുക്ക് ഇതിനെ രണ്ടായിട്ട് നമുക്ക് മടക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ മടക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു സാധാരണ ബാഗിലേക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കയറ്റാവുന്നതാണ്. കണ്ടില്ലേ, ഇതൊരു സാധാരണ ബാഗാണ്. ഇതിനകത്ത് നമുക്ക് സുഖമായിട്ട് ഇത് ക്യാരി ചെയ്തുകൊണ്ട് പോകാവുന്നതാണ്. അതിനുശേഷം നമുക്ക് നിവർത്തുന്നത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പറ്റും. നിവർത്തുക, ഈ ഒരു ചാല് കറക്റ്റാക്കിയതിന് ശേഷം നമുക്കിത് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. വളരെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഏകദേശം 800 രൂപയുടെ അടുത്തതിന് ആമസോണിൽ വില വരുന്നുണ്ട്. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ആമസോണിൽ കയറി പിക്കർ സ്റ്റിക്ക് എന്ന് സെർച്ച് ചെയ്താൽ ഇതുപോലെ ഒട്ടേറെ മോഡൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഭാഗത്ത് മാഗ്നറ്റൊക്കെ വരുന്ന മോഡൽസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സ്ക്രൂസ്, ആണി മുതലായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തറയിൽ നിന്ന് എടുക്കുന്നതിനൊക്കെ പറ്റുന്ന മറ്റ് മോഡൽസ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള വില കൂടുതൽ ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമ്മൾക്ക് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.